ഹായ് എവ്രി വൺ. ഇന്ന് എൻ്റെ സൺഡേ റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. കുറേ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആവണമെന്നില്ല എല്ലാ സൺഡേയും. ചിലപ്പോൾ ഇതിനേക്കാളും ഒരുപാട് ജോലി ചെയ്യുന്ന സൺഡേ ഉണ്ടാവാറുണ്ട്, മടി പിടിച്ചിരിക്കുന്ന സൺഡേ ഉണ്ടാവാറുണ്ട്. സോ ഈ സൺഡേ ഇങ്ങനെയായിരുന്നു. അപ്പം വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആൾക്കാരെല്ലാം കാണുന്നുണ്ട്, പക്ഷേ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ പ്ലീസ് ഡു ഇറ്റ് നൗ ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇത് ഇന്നലെ രാത്രി അരച്ചു വെച്ച മാവായിരുന്നു. മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം കുറച്ച് മാവ്, ഇത്ര അധികം നമുക്ക് വേണ്ട, 2-3 ദിവസത്തിന് ഒന്നായിട്ട് അരച്ച് വെക്കലാണ് പതിവ്. ആവശ്യത്തിനുള്ള മാവ് മാത്രം മാറ്റി വെച്ച് ഉപ്പിട്ടെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ 3 ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുകയാണ്. അത് വെന്ത് വന്നു തൊലി കളഞ്ഞിട്ട് ഉടച്ചെടുക്കാം. പിന്നെ പാൻ വെച്ച് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് നല്ല ജീരകമാണ് ഇടുന്നത്, ചെറിയ ജീരകം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കടുക് ഇടണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇടണം. ഇനി വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത്, നന്നായി ഇളക്കി വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും, പെട്ടെന്ന് ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഉപ്പിടുന്നത് നല്ലതാണ് ആദ്യം തന്നെ. പിന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഉടച്ചു വെച്ച പൊട്ടാറ്റോസ് അതും ആഡ് ചെയ്യണം. മല്ലിയില, മസാല റെഡിയായി. ഇനി ഇതിലേക്കുള്ള ചട്നി വേണം നമുക്ക്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്: ഒരു തക്കാളി, ഒരു സവാള, 4 ഉണക്കമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി ചെറിയ കഷ്ണം, കുറച്ച് കറിവേപ്പില. ഇവയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് വലിയ ഉള്ളി ഒന്ന് ചെറുതായി വാട്ടിയാൽ മതി. ചെറുതായി വാടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്യണം. പിന്നെ ഉണക്കമുളക്, തക്കാളി, കറിവേപ്പില, എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യാം. നന്നായി വഴറ്റി തക്കാളിയിൽ നിന്ന് കുറച്ച് ഒരു ലിക്വിഡൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം. കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് മതി. ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ചതുകൊണ്ടാണ്. ഇത് വീണ്ടും തൂമിക്കണമെങ്കിൽ ഓയിൽ വേണം. അപ്പോൾ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ഓയിൽ ഒഴിക്കുമ്പോൾ എപ്പോഴും എനിക്കൊരു പേടിയാണ്, ഓയിൽ കണ്ടൻറ്റ് കൂടുമോ എന്നുള്ള. നമ്മൾ അരച്ച് വെച്ച ആ ചട്നി ഇതിലേക്ക് ഒഴിക്കണം. നന്നായി തിളച്ച് ഒന്ന് കുറുകിയതിന് ശേഷം ഓഫാക്കാം. ഇനി നമുക്ക് മസാല ദോശയ്ക്കുള്ള ദോശ ഉണ്ടാക്കാം. ഇങ്ങനെ ദോശ എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞതിൻ്റെ അത്രയും
അപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ, എന്നാലും ചൂടോടെ കഴിക്കുമ്പോഴേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മസാല അതിന് നല്ലൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് മസാല വെക്കാൻ പാടുള്ളൂ. ഒന്ന് മടക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എടുക്കാം നമുക്ക്. അങ്ങനെ മസാല ദോശ റെഡിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ക്ലീനിങ് റൂട്ടീനിലേട്ടാണ് പോകുന്നത്. എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പണി വീടെല്ലാം ഒന്ന് ഒതുക്കി നീറ്റാക്കിയിടലാണ്. ഒന്ന് ഒതുക്കി നീറ്റാക്കിയിട്ട് അടിച്ചു വാരി കഴിഞ്ഞാൽ നല്ല സമാധാനം. ആര് വന്നാലും ഗസ്റ്റൊക്കെ എപ്പോൾ വന്നാലും നമുക്ക് ടെൻഷനില്ല. എന്നിട്ടേ ലഞ്ചിനുള്ള പണികളെല്ലാം നോക്കാറുള്ളൂ. ഇങ്ങനെയുള്ള ഡീപ്പ് ക്ലീനിങ് എല്ലാം സൺഡേ മാത്രമേ ചെയ്യലുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോളിഡേയ്സിൽ. ഇപ്പോൾ കുറച്ച് പൊടിയുള്ള സീസണാണ്, അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുമ്പോഴേക്കും നല്ല പൊടിയുണ്ട്. വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർക്ക് 2-3 ദിവസം കൂടുമ്പോഴെല്ലാം ഇങ്ങനെ വൃത്തിയാക്കാം. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ബെഡ്ഷീറ്റ് മാറ്റൽ. ശരിക്കും 3 days 4 days കൂടുമ്പോൾ മാറ്റണം എന്നാണ്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ. ആദ്യം ബെഡെല്ലാം വിരിച്ചിട്ട് അല്ല പൊടിയെല്ലാം തട്ടിക്കഴിഞ്ഞതിന് ശേഷം അടിച്ചു വാരാൻ പോവും. അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിനുള്ള പരിപാടികളെല്ലാം നോക്കും. ലഞ്ചെല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യുള്ളൂ, തുടക്കുകയുള്ളൂ. അടിച്ചു വാരൽ കഴിഞ്ഞു. ഇന്ന് രാത്രിത്തെ ഫുഡിന് വേണ്ടിയിട്ട് ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതൊരു 8 മണിക്കൂറെല്ലാം ഫ്രിഡ്ജിലിരിക്കണം മാരിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോഴേ അത് ചെയ്തു വെക്കണം, ഇന്നലെ രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ലഞ്ചിന് വേണ്ടിയിട്ട് മീൻ കറി ഉണ്ടാക്കണം. ഒരു സ്പെഷ്യൽ മീൻ കറിയാണിത്. ഇത് ഇവിടുത്തെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ തന്നെ ഉണ്ടാക്കാറ് ഈ കറി. ഉമ്മ ഇവിടെ ഇല്ല. ഉമ്മ ഒരു 3 ആഴ്ചയായി ദുബായിലാണ്. അവിടെ ബ്രദറും ഫാമിലിയും ഉണ്ട്, അവരുടെ അടുത്താണ് പോയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീക്ക് വരും. ഇത് മീൻ കറിയിലേക്കുള്ളതാണ്. ഇതിൻ്റെ ചെടിയിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ജൈവവളമാണ്. നമ്മൾ കിച്ചണിൽ വേസ്റ്റ് ആയിട്ടുള്ള ഉള്ളിൻ്റെ തൊലിയും മുട്ടത്തോടും ചായച്ചണ്ടിയും എല്ലാം ഇട്ടിട്ടുള്ളതാണ്. വെളുത്തുള്ളി, പുളി, ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതാണ് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള ആകെയുള്ള ഇൻഗ്രീഡിയൻസ്. പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പം അതിലോട്ട് കുറച്ച് ഉലുവ ഇടുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ വേണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടുക. ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. സോ അപ്പോൾ നമ്മളത് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ടാൽ മതി. നന്നായി ഇളക്കിയതിന് ശേഷം വെളുത്തുള്ളി ഇടുക.
ഉലുവ ഇട്ടു. ഉലുവ മൂത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പുളി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ശരിക്കും അമ്മിയിൽ തന്നെ അരച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ഈ കറീൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇനി അമ്മി വീട്ടിലില്ലാത്തവർക്ക് മിക്സി യൂസ് ചെയ്യാം. ബട്ട് ഇതാണ് നല്ലത്. ടേസ്റ്റ് കൂടുതലുണ്ടാവുക അമ്മിയിൽ അരച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അമ്മിയൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തും ചെയ്തോളും. പുളി ഇനി കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് പുളി ഇട്ടാൽ മതി. ഓരോ പുളീൻ്റെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക, അല്ലെങ്കിൽ പകുതി മസാല അമ്മിയിൽ പോവും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചത് അതിൽ മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പും ചേർക്കുക. ഇനി അത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് തിളക്കുമ്പോഴേക്കും കറിവേപ്പില പൊട്ടിച്ച് വരാം. ഈ കറിവേപ്പില ഒരു വീക്ക്നെസ് തന്നെയാണ് ശരിക്കും. എനിക്ക് എല്ലാ കറിയിലും അതിടണം. അതിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റാണ്, എസ്പെഷ്യലി മീൻ കറിയിലെല്ലാം. ഇനി ചോറിന് വെക്കാം. ചോറ് കുക്കറിലാണ് വെക്കാറ്. അപ്പോഴേക്കും തിളച്ച് വന്നു. മീൻ ആഡ് ചെയ്യാം. ഒരുപാട് കറി ഉണ്ടാക്കിയിട്ടില്ല. രാത്രി ബ്രോസ്റ്റ് ആണല്ലോ ഏതായാലും. അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കറി വെന്തു. മീനെല്ലാം ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കണം. അപ്പം മീൻ കറിയും റെഡിയായി. കുറച്ച് പയറ് വിനീഗർ ഒഴിച്ച് വെക്കാം. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായയാണ്. ഇൻ ബിറ്റ്വീൻ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അധികം ഫ്രൂട്ട്സ് എന്തെങ്കിലുമാണ് കഴിക്കാറ്. മോൾക്ക് നല്ല ഇഷ്ടമാണ് പപ്പായ. ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓർഗാനിക് ഫ്രൂട്ട്സ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായത്. ഒരു പണിയില്ല. നമ്മൾ പപ്പായ കഴിച്ച കുരു ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് മുളച്ച് വരും. ഫസ്റ്റ് കുറച്ചെല്ലാം വലുതാവുന്ന വരെ നനച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പയർ അരിഞ്ഞ് ഉപ്പേരിക്കുള്ള റെഡിയാക്കി വെക്കാം. ഇപ്പം ചോറായി, കറിയായി, ഉപ്പേരിയായി. ഇനി ക്ലീനിങ്ങിലോട്ട് പോവാൻ തുടക്കാം. അടിച്ചു വാരി നമ്മളെല്ലാം വൃത്തിയാക്കി ഇട്ടിരുന്നു. ഇപ്പോൾ ആഡ് ചെയ്തത് ക്ലീനിങ് ലിക്വിഡാണ്. ഇത് പിന്നെ നമ്മൾ പാത്രമെല്ലാം കഴുകാൻ യൂസ് ചെയ്യുന്ന ലക്സ്. എല്ലാ ദിവസമൊന്നും തുടക്കാൻ നേരം കിട്ടാറില്ല. വീക്ക്ലി ട്വൈസ് ഒക്കെ ചെയ്യാറുള്ളൂ. എന്നൊക്കെ ഹോളിഡേയ്സ് കിട്ടുന്ന അന്നൊക്കെ ചെയ്യും. എന്നും തുടക്കാൻ കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും വീട്. ഇവിടെ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എപ്പോഴും നമുക്ക് നീറ്റായിട്ടുള്ള വീട് നമുക്ക് ഭയങ്കര മനസ്സിന് സന്തോഷവും സമാധാനവും എല്ലാം തരും.
ഇനി കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. എസ്പെഷ്യലി കോൾഡ് സീസണിലെല്ലാം, വിൻ്റർ സീസണിൽ നല്ലതാണിത്. ഒലീവ് ഓയിലാണ്, ഒലീവ് ഓയിലും പപ്പായയും ജസ്റ്റ് മിക്സ് ചെയ്ത്, ചെറിയ സിമ്പിളായിട്ടുള്ളതാണ്. കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡ് റെഡിയായി. 3 ആളേ ഉള്ളൂ, ഞാനും മോളും ഹസ്ബൻഡും. ഞാൻ പറഞ്ഞല്ലോ ഉമ്മ ഇവിടെ ഇല്ല എന്ന്. ഉമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ 4 ആളും കൂടിയാണ് സൺഡേ ഭക്ഷണം കഴിക്കാറ്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ റെസ്റ്റെല്ലാം എടുത്ത് പർച്ചേസിങ് ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളെല്ലാം കഴിഞ്ഞതുണ്ട്, വാങ്ങിക്കാൻ പോകണം സൂപ്പർ മാർക്കറ്റിക്ക്. അധികം സൺഡേയാണ് പുറത്തിറങ്ങാറ്. ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ പോവാറില്ല പുറത്ത്. സ്കൂളെല്ലാം കഴിഞ്ഞ് വന്ന് വീട്ടിലെ ജോലിയെല്ലാം കഴിയുമ്പോൾ ശരിക്കും ടയേർഡാവും, പുറത്തിറങ്ങാനുള്ള മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സൺഡേ ഒരു ഫ്രഷ് ആയിട്ടിരിക്കും എപ്പോഴും. അപ്പോൾ സൺഡേ ആണ് പുറത്തിറങ്ങാറ്. മെഷർമെൻറ്റ് കപ്പാണ്. കുറേ ദിവസമായി എപ്പോഴും പോകുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കും, മറക്കാറുണ്ട്. ഇനി കേക്കെല്ലാം കാണിക്കണമെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ അത് വേണം. ഇത് രാത്രി ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഒരു സലാഡ് ഉണ്ടാക്കാനാണ്. ഫ്രഷ് ക്രീം, സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിൽ തിരിച്ചെത്തി. സാധനമെല്ലാം എടുത്തു വെച്ചു. ഇനി വൈകുന്നേരത്തെ സ്നാക്സിന് വേണ്ടി കായ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് പഴം 4ആയിട്ട് കീറിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ വേണ്ടിയിട്ടുള്ളത് 2 മുട്ട. ചെറിയ 2 പഴമായതുകൊണ്ടാണ് ഞാൻ 2 മുട്ട എടുത്തത്. വലിയ പഴമാണെങ്കിൽ 3 മുട്ട എടുക്കേണ്ടി വരും. ഒരു 3 വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര, ഏലക്കായ 3 എണ്ണം ചതച്ചിട്ടത് വേണം. നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട, മിക്സിയിലൊന്നും അടിക്കേണ്ട. സ്പൂണോ ഫോർക്കോ വെച്ച് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാനിവിടെ കുക്കറിൽ തന്നെയാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിലേറെ ബെറ്റർ നമ്മൾ വേറൊരു ഫ്രൈ പാനിൽ ഇതെല്ലാം വഴറ്റിയിട്ട് പിന്നെ കുക്കറിൽ ഒഴിക്കണതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ കുക്കറിൽ അടി പിടിച്ചാൽ കിട്ടാൻ കുറച്ച് പണിയാവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. വേറെ ഫ്രൈ പാനിൽ അണ്ടിപ്പരിപ്പും മൂത്തതിന് ശേഷം പഴമിട്ട് വഴറ്റിയിട്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി കുക്കറിലോട്ട്. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നെ അണ്ടിപ്പരിപ്പ് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ആ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിക്കണം. അതിൻ്റെ മേലെ ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് വിസിലൊന്നും ഇടാതെ കുക്കർ അടച്ചു വെക്കുക. ചെറിയ തീ മതി, വെരി ലോ ഫ്ലെയിമിൽ മതി. തീ കൂടിപ്പോയി പെട്ടെന്ന് കരിഞ്ഞു പോവും. ചെറിയ തീയിൽ മതി. പിന്നെ അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു കത്തി വെച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഒട്ടുന്നുണ്ടാന്ന് നോക്കിയാൽ മതി. അപ്പോഴേ അറിയാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ചായ കുടിക്കുന്ന സമയമായി. മോള് ചായ കുടിക്കൂല, ഞങ്ങൾക്ക് 2 ആൾക്കും മാത്രം മതി.
വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചായ കുടിച്ചു കഴിഞ്ഞ് നടക്കാനിറങ്ങി, നടന്നു കഴിഞ്ഞിട്ടാണ് ചെടിയെല്ലാം നനച്ചത്. അതെല്ലാം മുന്നേ ഉള്ള വീഡിയോയിൽ കാണിച്ചിരുന്നു. റിപ്പീറ്റേഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത്. അപ്പോഴേക്കും ബാങ്ക് കൊടുത്തു. പിന്നെ പ്രെയർ എല്ലാം കഴിഞ്ഞ് ഒരു 8 മണിക്കാണ് ഫുഡ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 8 മണിക്കൂറോളമായി. 8 to 10 hours അങ്ങനെ വെക്കണം എന്നാണ്. നല്ല ശരിക്കും ആ ഒരു ബ്രോസ്റ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൽ ഇടുന്നതാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതൊന്നും പറയുന്നില്ല, ലോങ് ആയിപ്പോവും. ഇപ്പോൾ ഓൾറെഡി 20-21 മിനിറ്റ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ ഒന്ന് കാണിക്കുമ്പോഴേക്കും 30 മിനിറ്റ്സ് ഒക്കെ ആവും. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിലിടാം. നല്ല ടേസ്റ്റുള്ള, നമ്മൾ ശരിക്കും ഒരു KFCൻ്റെ എല്ലാം ടേസ്റ്റുള്ളൊരു ബ്രോസ്റ്റാണിത്. ഫ്രൈഡ് ചിക്കനും ബ്രോസ്റ്റും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. റെഡിയായി. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ സാലഡ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. ആ സാലഡ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാതും. റഷ്യൻ സാലഡാണത്. കൂടെ കഴിക്കുന്നത് പൊറോട്ടയാണ്. ഇത് ഫ്രോസൺ പൊറോട്ട പാക്കറ്റിൽ കിട്ടും. എത്രത്തോളം ഹെൽത്തി ആണെന്നൊന്നും അറിയില്ല, വല്ലപ്പോഴും എല്ലാം വാങ്ങിക്കാറുണ്ട്. ഡിന്നറെല്ലാം കഴിഞ്ഞ് നമ്മളൊരു 9:30 ആകുമ്പോൾ ഉറങ്ങും. നേരത്തെ കിടക്കാറാണ് പതിവ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സൺഡേ. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും കാണുന്നവരെ ബൈ ബൈ.